സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് തെരഞ്ഞെടുപ്പ്. ആകെ 102 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. സലീം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്, അതിൽ ഉള്ള ഈ പറയുന്ന 102 സ്ഥാനാർത്ഥികൾ 31 ഇടങ്ങളിലായി മത്സരിക്കുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർഡുകൾ? കാരണം ഏതെങ്കിലും ഇത്തരത്തിലുള്ള തദ്ദേശ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ തന്നെ ഈ ഭരണമാറ്റത്തിനുള്ള സാധ്യതയ്ക്കുള്ള ഏതെങ്കിലും വാർഡുകളൊക്കെ ഉണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഇന്ന് 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ചിലയിടങ്ങളിൽ, ചില ജില്ലകളിലെ ചില പഞ്ചായത്തുകളിൽ ഭരണമാറ്റത്തിനുൾപ്പെടെ സാധ്യത ഉള്ള നിലയിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. ഒരു സീറ്റിന് മാത്രം അധിക വ്യത്യാസത്തിൽ ഭരിക്കുന്ന LDFും BJPയും UDFും ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇന്നത്തെ മത്സരത്തിനുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അത് ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ മത്സരമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ആര് ജയിച്ചാലും ഭരണമാറ്റം ഉണ്ടാകില്ല. പക്ഷേ അവിടം ശ്രദ്ധേയമാകുന്നത് മുൻപ് CPIMന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ബിബിൻ സി ബാബുവിൻ്റെ പാർട്ടി മാറ്റത്തെ തുടർന്നാണ്. അവിടെ CPIMും BJPയും തമ്മിലുള്ള വലിയ മത്സരമുണ്ട്. മാത്രമല്ല, രൂപീകരണം മുതൽ തന്നെ ആ വാർഡ് CPIM ജയിച്ചതാണ്. അതിന് പക്ഷേ സാധാരണ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു. പക്ഷേ ബിബിൻ സി ബാബു ആ സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുകയും അവിടെ BJPയെ ജയിപ്പിക്കുമെന്നൊരു വലിയ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിനുശേഷം, രൂപീകരണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു മാറ്റം, ഒരു ഭരണമാറ്റം അതല്ലെങ്കിൽ ഒരു അധികാര മാറ്റം ആ പഞ്ചായത്തിലെ ആ വാർഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ കൗതുകം. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം ഈ ഡീലിമിറ്റേഷന് ശേഷം, വാർഡ് വിഭജനത്തിന് ശേഷം ആദ്യമായാണ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിലൊരു ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുന്നുണ്ട്, 3 ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുന്നുണ്ട്, 23 പഞ്ചായത്ത് വാർഡുകളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇതുമായി ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതും മുന്നണികൾ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും അധികം ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ മാത്രം 6 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആലപ്പുഴയിൽ 5 നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരിടത്ത് മാത്രമാണ്. അങ്ങനെ മുഴുവൻ 11 ജില്ലകളിൽ നടക്കുന്ന ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. അതിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. നാളെ രാവിലെ 10 മണിക്കാണ് അതത് കേന്ദ്രങ്ങളിൽ വെച്ച് വോട്ടെണ്ണൽ നടക്കുക. പ്രജിൻ, പ്രവിത. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.